കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മാർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, 40 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞു, നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്. എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. മോശയുടെ കൽപ്പന അനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജനസ്ഥലങ്ങളിൽ തങ്ങി. ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിൽ നിന്ന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായനയും അതുപോലെ ഇന്നത്തെ സുവിശേഷ ഭാഗവും രണ്ടും കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ വചനഭാഗങ്ങളുടെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, വചനമറിയാത്തവർ, ദൈവിക സത്യങ്ങൾ അറിയാത്തവർ, ബൈബിൾ വായിച്ചിട്ടില്ലാത്തവർക്ക് ഭോഷത്വം ഭാഷനായിട്ട് മാറിയേക്കാം. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ട കാര്യങ്ങൾ ലേവ്യരുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 45 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതാണ് നമ്മൾ വായിച്ചു കേട്ടത്. കുഷ്ഠരോഗി കീറിയ വസ്ത്രം ധരിക്കണം, കുഷ്ഠരോഗി മേൽചുണ്ട് മറയ്ക്കണം, കുഷ്ഠരോഗി മുടി ചീകരുത്, കുഷ്ഠരോഗി അശുദ്ധനെന്ന് വിളിച്ചു പറഞ്ഞ് നടക്കണം. അപ്പോൾ ആ മനുഷ്യൻ്റെ ശാരീരികമായ സഹനം, മാനസികമായിട്ടുള്ള വ്യഥ, അതുപോലെ തന്നെ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നതിൻ്റെ നൊമ്പരം, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അത്രയേറെ വ്യസനം അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു ഒരു കുഷ്ഠരോഗി. ഇന്ന് ഈ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഫാഷനായിട്ട് മാറിയിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ്, വചനമറിയാത്ത ക്രിസ്ത്യാനികൾ, സത്യമറിയാത്ത ക്രിസ്ത്യാനികൾ ഭോഷത്വം ഭാഷനായിട്ട് ഏറ്റെടുത്ത് ചിലപ്പം അതിലേക്ക് പോയെന്ന് വരും. നമുക്കറിയാമല്ലോ, നമ്മൾ അനുകരിക്കേണ്ടത് ലോകത്തെ അല്ല, നമ്മൾ അനുകരിക്കേണ്ടത് യേശുക്രിസ്തുവിനെയാണ്. ഇന്നത്തെ 2-ാം വായനയിൽ പൗലോസ്ലീഹ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്, ഞാൻ യേശുവിനെ അനുകരിക്കുന്ന വ്യക്തിയായതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ അനുകരിക്കാം. യേശുവിനെ അനുകരിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ അനുകരിക്കേണ്ടത്. യേശുവിനെ അനുകരിക്കുന്ന വ്യക്തികളെന്ന് പറഞ്ഞാൽ ദൈവവചനമനുസരിച്ച്, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ. ലോകം എങ്ങനെയെല്ലാം പോയാലും എൻ്റെ വിളി അതല്ല. എൻ്റെ വിളി യേശുവിനെ അറിഞ്ഞവരെ പോലെ ജീവിക്കാനാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഇന്നത്തെ സുവിശേഷ ഭാഗം യേശുവിനെ പ്രത്യേകം എടുത്തു കാണിക്കുന്നത് കരുണയുള്ള ഒരു ദൈവമായിട്ടാണ്. നമുക്ക് കാണാൻ സാധിക്കും, ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ അധ്വാനിക്കണം. സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ട കുഷ്ഠരോഗി, അവന് റിസ്ക് എടുക്കാൻ തയ്യാറായി. എന്ന് പറഞ്ഞാൽ, ഈ ഒരു കാര്യത്തിന് വേണ്ടി അവൻ നീങ്ങിയാൽ ഒരുപക്ഷെ അവൻ കല്ലെറിയപ്പെടും, അവൻ മരിക്കേണ്ടി വരും. കുഴപ്പമില്ല, മരിക്കാം. ആ രീതിയിൽ ചിന്തിച്ച് അവൻ യേശുവിൻ്റെ അടുത്തെത്താൻ പരിശ്രമിച്ചു. അവിടെ എത്താൻ സാധിച്ചു. അവൻ പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഉടനെ കർത്താവ് പറഞ്ഞത്, ഇവൻ ചെയ്ത സകല കാര്യങ്ങളും അറിഞ്ഞൊരു ദൈവം, ഇവൻ്റെ മനസ്സിൽ കൂടെ പോയ വികാരങ്ങൾ, ചിന്തകൾ സകലതും അറിഞ്ഞ ഒരു ദൈവമായിരുന്നു യേശു ക്രിസ്തു. അതുകൊണ്ട് തന്നെയാണ് യേശു തൽക്ഷണം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് മനസ്സുണ്ട്, കാരണം നിൻ്റെ
അധ്വാനം ഞാൻ കണ്ടു. നീ അലസനല്ല, നീ വിശ്വാസമില്ലാത്ത വ്യക്തിയല്ല, സമർപ്പണബോധമില്ലാത്ത വ്യക്തിയല്ല. കുഷ്ഠരോഗിയാണെങ്കിലും നിനക്ക് ഒരുപാട് നന്മകളുണ്ട്. അതുകൊണ്ട് എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. ഒത്തിരി പേരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാത്തതിൻ്റെ, അഭിവൃദ്ധി വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അലസതയാണ്. അലസത. ചെയ്യാവുന്ന പണികൾ പോലും ചെയ്യാതെ അലസരായി കഴിയുന്ന ആളുകളുണ്ട്. അവർക്ക് ആത്മീയ അഭിവൃദ്ധി വരാൻ വലിയ പാടാണ്. അവർക്ക് സാമ്പത്തികമായിട്ട് പുരോഗമിക്കാനും ചിലപ്പം അവർക്ക് ബുദ്ധിമുട്ടാവും. നമ്മൾ അധ്വാനശീലരാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും സാധ്യമാകും. ചെയ്യാവുന്ന പണി ചെയ്താൽ മതിയെന്നേ. നമ്മുടെ അനാരോഗ്യം അനുവദിക്കാത്ത ഒന്നും ചെയ്യണ്ട, നമ്മുടെ പ്രായം അനുവദിക്കാത്തതൊന്നും ചെയ്യണ്ട. പക്ഷേ ഏത് പ്രായക്കാർക്കും ഏതവസ്ഥയിൽ കഴിയുന്നവർക്കും ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്താൽ മതി. അധ്വാനിക്കുന്നവരുടെ ഗണത്തിൽ അവർ പെടും. ഇനി ദൈവം അത്ഭുതം പ്രവർത്തിച്ചതൊക്കെ അധ്വാനിക്കുന്നവർക്ക് വേണ്ടിയാണ്. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17 മുതൽ വായിച്ചാൽ ഒരു തളർവാദ രോഗിയും കൊണ്ട് വരുന്ന ഏതാനും പേരെ കാണാൻ പറ്റും. അവർ ശരിക്കും അധ്വാനിച്ചു. അവരുടെ അധ്വാനം കണ്ടിട്ട് കർത്താവ് പറഞ്ഞത്, നീ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നീ നടക്കുക, നീ വീട്ടിൽ പോവുക. അധ്വാനിച്ച അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച കർത്താവ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, പത്രോസിനോട് ആഴത്തിലേക്ക് വലയിറക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടു. അധ്വാനത്തിന് അവൻ തയ്യാറായി. അവന് വേണമെങ്കിൽ ബുദ്ധിയുടെ തലത്തിൽ നിന്ന് പറയാമായിരുന്നു, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന് എന്നിട്ട് ഇപ്പം എവിടുന്ന് ഈ മീനെല്ലാം കൂടെ ഓടി വരാൻ പോകുന്നത്. പക്ഷെ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ, അങ്ങയുടെ വാക്ക് കേട്ട് അധ്വാനിക്കാൻ ഞാൻ റെഡിയാണ്. അവൻ അധ്വാനിച്ചു. അവിടെ അത്ഭുതം സംഭവിച്ചത് നമുക്ക് കാണാൻ പറ്റും. വയനാട്ടിലൊരു കുടുംബം കുടിയേറി പാർത്തതാണ്. ആ കുടുംബത്തിലെ ഒരംഗം, ഒരു വൈദികനാണ് ഞങ്ങളുടെ സഭയിൽ. അച്ഛൻ പറഞ്ഞ ഒരു കാര്യമാണ്, എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥന ഞാൻ ചെറുപ്പം മുതൽ കേട്ട് വളർന്നതാണ്. എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു, കർത്താവേ, അധ്വാനിക്കാനുള്ള സ്ഥലവും അധ്വാനിക്കാനുള്ള ആരോഗ്യവും തന്നാൽ മതി, ഞാൻ അധ്വാനിക്കാം. അലസതയിൽ എളുപ്പവഴിയിൽ പണമുണ്ടാകണമെന്ന് ചിന്തിച്ച വ്യക്തിയല്ല. ഇനി അത് ആ മക്കളെ പോലും ഒരുപാട് സ്പർശിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ അധ്വാനിക്കാൻ റെഡിയാണ്, എനിക്ക് അധ്വാനിക്കാനുള്ള ആരോഗ്യം തന്നാൽ മതി, അധ്വാനിക്കാനുള്ള സ്ഥലം എനിക്ക് കിട്ടിയാൽ മതി, ഞാൻ അധ്വാനിച്ച് ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഒരു വ്യക്തി. 2 തീമോത്തി 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറയുന്നുണ്ട്, അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിന് അവകാശം. വെറുതെ ഇരിക്കുന്നവർക്കല്ല, അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിന് അവകാശം. കർത്താവിനോട് ചേർന്ന് അധ്വാനിച്ച് അത് ജ്ഞാനികളായി മാറുന്ന വ്യക്തികൾ പാപത്തിൽ വീഴില്ല എന്നും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 24-ന്റെ 22-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. പ്രിയപ്പെട്ടവരെ, കാരുണ്യവാനായ ദൈവം നമുക്ക് വേണ്ടി നിലകൊള്ളും. പക്ഷേ ആ ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നമ്മൾ അധ്വാനശീലരാകണം, പാപരഹിത ജീവിതം നയിക്കണം എന്നുള്ളത്. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്ന കാര്യം, ദൈവം നീതിമാനാണ്, എന്നാൽ കാരുണ്യവാനും. ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയൊരു സത്യമായിട്ട് നമ്മളിതിനെ കാണണം. ദൈവം നീതിമാനാണ്, എന്നാൽ കാരുണ്യവാനായ ദൈവമാണ്. ഈ 2 കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ തെറ്റിന്, തിന്മയ്ക്ക് ശിക്ഷയുണ്ടെന്നും, എന്നാൽ കർത്താവ് അനുതപിക്കുന്നവരോട് കരുണ കാണിക്കുന്നവനാണ് എന്നും ഈ വചനങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾ തോബിത്തിൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞെന്നാൽ 3-ാം അധ്യായം 13-ാം അധ്യായം ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം അതാണ്. പറയുണ്ട്, പാപം ചെയ്താൽ അതിന് ശിക്ഷയുണ്ടാകും, പക്ഷെ അനുതപിക്കുന്നവർക്ക് കർത്താവിൻ്റെ കാരുണ്യം പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ ഈ കരുണ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറും. എനിക്ക് ദൈവം നൽകിയ ഒരു പ്രചോദനമനുസരിച്ചാണ് ഈ നോമ്പ് കാലത്ത് നമ്മൾ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിച്ച്, അതുമായി ബന്ധപ്പെട്ട വചനങ്ങൾ ധ്യാനിച്ച് ഒരു അനുഗ്രഹം യാചിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട് ഈ ബുധനാഴ്ച മുതൽ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റോളം ദൈവത്തിൻ്റെ വചനം, അത് കരുണയുമായി ബന്ധപ്പെട്ട, എൻ്റെ ശീർഷകം, ടൈറ്റിൽ തന്നെ കരുണയിൽ സമ്പന്നം. ദൈവം എന്ന് പറഞ്ഞാൽ കരുണയിൽ സമ്പന്നം.
ഈ ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങളതിൽ നോമ്പുകാലം മുഴുവൻ എല്ലാ ദിവസവും ഈ ഒരു കാര്യം കിട്ടാൻ ഫാദർ കുര്യൻ കാരിക്കൽ MSFS അത് യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും വരുന്നതാണ്. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ കാരുണ്യവാനായ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നോമ്പുകാലം മുഴുവൻ ആ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കരുണയുള്ള ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്ന മിക്കവാറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ കരുണയിൽ നമ്മുടെ ജീവിതം രൂപപ്പെടുത്താൻ സാധിക്കും. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടത് എന്താ? ഈ കരുണാമയനായ ദൈവത്തെ കണ്ടുമുട്ടിയ കുഷ്ഠരോഗിയുടെ അവസ്ഥ. കുഷ്ഠരോഗിയുടെ അവസ്ഥ എത്ര ശോചനീയമാണെന്ന് നമ്മൾ മനസ്സിലാക്കി ആ അവസ്ഥയിൽ നിന്നും ശുദ്ധി പ്രാപിച്ച് ഓടി നടന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവൻ മാറി. അവർ കൊടുത്തിരുന്ന ഒരു നിർദ്ദേശം, നീ ആരോടും ഇത് പോയി പറയരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സന്ദേശം ഇതാണ്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഇന്നെങ്ങാനും ഇങ്ങനെ ഒരു കുഷ്ഠരോഗി സുഖപ്പെട്ടാൽ അവനെയും കൊണ്ടായിരിക്കും എല്ലായിടത്തും പോവുക സാക്ഷ്യം പറയാനായിട്ട്. കാരണം ഞാൻ മൂലം അവന് സൗഖ്യം കിട്ടിയെങ്കിൽ എനിക്കും അതിൻ്റേതായിട്ടുള്ള പ്രശസ്തി ഉണ്ടാകാം. കർത്താവിനത് വേണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ആരോടും ഇക്കാര്യം പറയരുത്. പക്ഷെ അവനറിയാമായിരുന്നു അവൻ സുവിശേഷ വേല ചെയ്യേണ്ടവനാണെന്ന്. അവന് കിട്ടിയ സൗഖ്യം അവൻ സാക്ഷ്യപ്പെടുത്താൻ കടപ്പെട്ടിരിക്കുന്നവനാണെന്ന് അവനറിയാമായിരുന്നു. അവനവൻ്റെ കടമ നിറവേറ്റുന്നത് കാണാൻ പറ്റും. പിന്നീട് പരസ്യമായിട്ട് യേശുവിന് നടക്കാൻ പോലും പറ്റില്ലായിരുന്നു. അതുപോലെ ജനം അവൻ്റെ അടുത്തേക്ക് ഓടിക്കൂടുന്ന രംഗം ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ട ഒരു കാര്യമാണ്. പറയുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പോകേണ്ട വഴികളിലൂടെ നമ്മൾ പോകണം. പ്രശസ്തി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ തേടി വരേണ്ടതാണ്, അല്ലാതെ നമ്മളായിട്ട് അത് ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല. അത് നമ്മെ തേടി വരണം. കർത്താവിനെ തേടി നടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം കർത്താവ് നൽകും. നമ്മളായിട്ട് അതിന് ഉപായങ്ങളൊന്നും മെനയേണ്ട ഒരു കാര്യമില്ല. അതല്ലാതെ തന്നെ ദൈവം അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അവസാനമായിട്ട് ഇന്നത്തെ 2ാം വായന നമ്മളെ പഠിപ്പിക്കുന്ന അതിവിശിഷ്ടമായ ചില കാര്യങ്ങളുണ്ട്. പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്താലും അത് ഭക്ഷിക്കുന്നതോ പാനം ചെയ്യുന്നതോ പ്രസംഗിക്കുന്നതോ വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതോ എന്തു ആയിക്കോട്ടെ അതെല്ലാം ദൈവമഹത്വത്തിനായിട്ട് ചെയ്യുക. സഹനങ്ങൾ ഏറ്റെടുക്കുന്നത്, അത് കാഴ്ചവെക്കുന്നത് ദൈവമഹത്വത്തിനായിട്ട് ചെയ്യുക. എന്ത് ചെയ്താലും ദൈവമഹത്വത്തിനായിട്ട് അത് ചെയ്യുക. അതിൻ്റേതായ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകും എന്നുള്ളത് നാം തിരിച്ചറിയണം. രണ്ടാമതൊരു കാര്യം കൂടി ഇന്നത്തെ 2ാം വായന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യഹൂദർക്കോ ഗ്രീക്കുകാർക്കോ ആർക്കും നീ ഒരു ഉപദ്രവവും ചെയ്യരുത്. ഒരു ഉപദ്രവവും മറ്റാർക്കും ചെയ്യരുത്. ശരിക്കും നമ്മൾ മതസഹിഷ്ണുതയെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ഇനി ശരിക്കും നമ്മൾ മറ്റു മതക്കാരെ ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അവരെ കുറ്റപ്പെടുത്തിയാണ്. നിങ്ങളെല്ലാവരും പിശാചിനെയാണ് ആരാധിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടത്തില്ല എന്നും പറഞ്ഞ് അവരെ പേടിപ്പിച്ചൊന്നുമല്ല അവരെ ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വചനം വായിച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷേ അതാണ് നമ്മൾ ഏറ്റെടുക്കേണ്ട മാർഗം. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പരസ്പര സ്നേഹത്തിൽ വളരുക. ആ സ്നേഹം കണ്ടിട്ട് മറ്റുള്ളവർ പറയണം നിങ്ങൾ ക്രിസ്ത്യാനികളാണ്, എനിക്കും ഈ ക്രിസ്തുവിനെ അനുകരിക്കാൻ സാധിക്കണം എന്ന് അവർ പറയേണ്ടത് നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ടിട്ട് നമ്മൾ ശരിക്കും മറ്റുള്ളവരെക്കുറിച്ച് കരുതലുള്ളവരായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ടാണ്. ഈ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടിട്ട് നമ്മൾ മറ്റ് മതസ്ഥരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാലും നമുക്കാരെയും ക്രിസ്തു മതത്തിലേക്ക് കിട്ടണമെന്നൊന്നുമില്ല. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൗലോസ് നമുക്ക് കാണിച്ചു തന്നൊരു മാതൃക, പൗലോസ് എടുത്ത മാതൃക യേശു ക്രിസ്തുവിൽ നിന്ന് അവൻ ഏറ്റെടുത്ത മാതൃകയാണ്. അതുകൊണ്ടാണ് 1 കൊരിന്തോസ് 11:1 തന്നെ തുടക്കത്തിൽ തന്നെ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ അനുകരിക്കാം. മാതാപിതാക്കളെ, നിങ്ങൾ യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കളോട് പറയേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ അവരത് ചെയ്തോളും. അവർ നിങ്ങളെ അനുകരിക്കും. നിങ്ങളെ അനുകരിക്കുന്നത് കണ്ടാൽ അതിൻ്റേതായിട്ടുള്ളൊരു ആനന്ദം നിങ്ങൾക്കുണ്ടാവും. പക്ഷെ അതിന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലാണ് അത് കണ്ടിട്ട് നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നമ്മൾ ഉദാരമതികളാണെങ്കിലാണ് അത് കണ്ടിട്ട് നമ്മുടെ മക്കളും അപ്രകാരം സൽപ്രവർത്തികൾ ചെയ്യാനായിട്ട് അവർ തുടങ്ങുക. അപ്പം അതുകൊണ്ട് ഒരു നല്ല ജീവിത മാതൃക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ സന്ദേശം
ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അത് അനുദിനം ജീവിക്കാൻ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമായി മാറും. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമായി മാറും. അതാണ് കാരുണ്യവാനായ ദൈവത്തെ കണ്ടുമുട്ടിയതിൻ്റെ അടയാളവും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നാം നയിക്കുന്നതിൻ്റെ അടയാളവും. അതിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തണമെന്ന് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.